സാഗർ എന്തിനാ ഈ മാഡം മാഡം എന്ന് വിളിക്കുന്നേ? പിന്നെ എം ഡിയുടെ വൈഫിനെ ഞാൻ എന്താ വിളിക്കേണ്ടത്? എന്നെ എന്റെ പേര് വിളിച്ചൂടെ, ലക്ഷ്മിന്ന്? അയ്യോ, എം ഡിയുടെ വൈഫിനെ കയറി ഞാൻ പേര് വിളിക്കാനോ? ഞാൻ എം ഡിയുടെ വൈഫാണെങ്കിലും സാഗറിനേക്കാളും ഒരുപാട് ഇളയതാണല്ലോ. ആയിക്കോട്ടെ, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോ പ്രായം നോക്കിയല്ലോ നമ്മുടെ മേളിലുള്ളവരെ മേഡോന്നും സാറെന്നൊക്കെ വിളിക്കുന്നത്. ഈ മാഡം എന്ന് വിളിക്കുമ്പോ സാഗറും ഞാനും തമ്മിൽ ഒരുപാട് അകലം തോന്നുന്നു. ഞാൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ. എന്നാ പിന്നെ അകലം കുറച്ചോ മോളെ? എന്താ സാഗർ ആലോചിക്കുന്നേ? അല്ല, എനിക്കെന്തായാലും മേഡത്തിനെ പേര് വിളിക്കാൻ പറ്റില്ല. ഈ മാഡം എന്നുള്ള വിളി അവസാനിപ്പിക്കണം. പിന്നെ പേര് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ലക്ഷ്മി ചേച്ചിന്ന് വിളിച്ചോ. തോലച്ച്, ഇവളെ ലക്ഷ്മി എന്ന് വിളിക്കാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിവളെ ലച്ചു എന്ന് വിളിക്കായിരുന്നു. എന്റെ മാത്രം ലച്ചു. എന്താ അതും വിളിക്കാൻ പറ്റില്ലേ? വിളിക്കാം, അത് വിളിക്കാം. പക്ഷേ നമ്മുടെ ഓഫീസിൽ വെച്ചും കണ്ണൻ സാറിന്റെ മുന്നിൽ വെച്ചും ഞാൻ അങ്ങനെ വിളിക്കില്ല കേട്ടോ. വേണ്ട, പക്ഷെ നമ്മൾ മാത്രമുള്ളപ്പോ എന്നെ ലക്ഷ്മി ചേച്ചിന്ന് വിളിച്ചാ മതി. ഓക്കെ ചേച്ചി. ഈ ചേച്ചി എന്ന് പറഞ്ഞത് ഇത്തിരി കടുത്തുപോയി. സാരമില്ല, ഞാൻ ഇവളേക്കാൾ മൂത്തതാണെന്ന് ഇവക്കറിയാലോ. പിന്നെ ഇതൊക്കെ ഒരു സൂചനയാണ്. നാളെ ഇവള് എന്റേതായി തീരുമെന്നുള്ള സൂചന. അത് മതി. ഓക്കേടാ. സാഗർ ഇരിക്കെ, ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. അയ്യോ, അത് വേണ്ട ചേച്ചി. ചേച്ചി ലിസ്റ്റിംഗ് തന്നാ മതി, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. വേണ്ട സാഗറെ, മാർക്കറ്റിലൊക്കെ പോയി എനിക്ക് നല്ല പരിചയ. ഇപ്പോഴല്ലേ പോവാത്തത്. കല്യാണത്തിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം മിക്ക ദിവസവും മാർക്കറ്റിൽ പോവായിരുന്നു. എന്തേ വരുന്നേ? മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നന്നായിട്ട് ഭക്ഷണം വെച്ച് വിളമ്പുന്ന കൂട്ടത്തിലാ ലച്ചു. അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ പാടാണ്. ചേട്ടാ, രണ്ട് എല്ലൂടെ കട്ട് ചെയ്തങ്ങട്. ഇറച്ചിക്കൊക്കെ കൊള്ള വിലയാണല്ലോ. ഇവിടെ വന്നോ?
താൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? ആ പിന്നെ ഞാനവിടെ പോവാനാ? ദേ കണ്ടോ, എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഓ നല്ല കാര്യം. എന്തായാലും താൻ കാണിച്ചത് വളരെ മോശമായിപ്പോയി. അതിനുശേഷം തന്നെ ഒന്ന് കാണാൻ ഞാൻ പരതി നടക്കുകയായിരുന്നു. അന്ന് ഞാൻ നിന്നോട് കുറച്ച് മോശമായിട്ട് പെരുമാറി. ദേ അതിന് നീ എന്റെ കർണത്ത് കൈവെക്കുകയും ചെയ്തു. അതോടെ അതങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പൊ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ദേ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യവുമില്ല. അതിനുശേഷം താൻ ഒന്നും ചെയ്തില്ലേ? എടോ, എന്റെ കല്യാണത്തിന് ശേഷം എന്റെ മുറിയിലേക്ക് ഒരുത്തനെ പറഞ്ഞു വിട്ടത് താനല്ലേ? എടോ എന്തൊക്കെയാ താനീ പറയുന്നത് എന്താണെന്ന് തനിക്കറിയാം. അന്നൊരുത്തൻ ഞങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് വന്നപ്പോ തന്നെ എന്റെ മനസ്സിലേക്ക് വന്നത് തന്റെ മുഖ. അങ്ങനൊരു വൃത്തിയായിട്ട് പ്രവൃത്തി താനല്ലാതെ വേറെ ആരും ചെയ്യില്ല. അതെ ഞാൻ തന്നെയാ. ആ സ്വഭാവം പുറത്തെടുപ്പിക്കാൻ വെറുതെ നോക്കരുത്. മാർക്കറ്റിനുള്ളിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കല്യാണം കഴിഞ്ഞ് നല്ലൊരു കുടുംബജീവിതം നയിക്കുക ഞാൻ. ഇനി എന്നെ ഇട്ട് വെറുതെ ഓടിക്കരുത്. അങ്ങനെ ചെയ്താ തന്നെ കോടതി കയറ്റാൻ ഇന്ന് എനിക്ക് കെൽപ്പുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പിന്നിൽ ആളുമുണ്ട്. വയ്യാത്തവരത്തിനെ കണ്ടിട്ടായിരിക്കും ഇവളുടെ ഈ തള്ളു. എന്താ താൻ ആലോചിക്കുന്നേ? ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കടോ. എന്താ മോളെ? 1 കിലോ ഇഞ്ചി വേണമായിരുന്നു. അല്ല സാറെന്താ ഇവിടെ? എടാ അവൾ എന്നെ കണ്ടടാ, ആ മഹാലക്ഷ്മി. അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അതിന് സാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നോ? എടാ അവളെ കൊണ്ട് ജീവിക്കാൻ പറ്റാണ്ടായിന്ന് ഞാൻ പറഞ്ഞില്ലേ. എങ്ങോട്ട് തിരിഞ്ഞാലും അവളുണ്ട്. അല്ല സാറിനെ കണ്ടിട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എടാ അവളുടെ ദാമ്പത്യം പൊളിയാനായിട്ട് ഞാൻ ഒരുത്തൻ അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷം അവളുടെയും കണ്ണന്റെയും കിടപ്പൂരിലേക്ക് പറഞ്ഞു വിട്ടില്ലേ. എടാ അത് ഞാനാണെന്ന് അവള് ചോദിച്ചു. കൊള്ളാവല്ലോ സാറേ, അപ്പോ നല്ല തലച്ചോറാണല്ലോ. അതില് സംശയമൊന്നും വേണ്ട. തലച്ചോറും തന്റെ ഇടവും അവൾക്ക് കുറച്ച് കൂടുതലാ. പക്ഷെ ഇപ്പോൾ അവൾക്കറിയില്ല കണ്ണനും ഞാനും തമ്മിലുള്ള ബന്ധം. അതറിയാൻ കുറെ ചാൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അറിയാതെ പോയത് സാറിന്റെ ഭാഗ്യ. എടാ ആ ഭാഗ്യം ഇനി എന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് അവളെ താഴെ ഇറക്കണമെന്ന്. പരമാവധി ശ്രമിക്കുന്നുണ്ട് സാറേ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, മാർക്കറ്റിലേക്കായാലും ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കായാലും എന്നെയും കൂട്ടിയാ പോകുന്നത്. കണ്ണനൊപ്പം സഞ്ചരിക്കാൻ അവൾക്കിപ്പോ വലിയ താല്പര്യമൊന്നുമില്ല. എടാ സാഗറേ, ഞാൻ പറഞ്ഞത് നീ മനസ്സിൽ വെച്ചോ. ദേ അവള് നിസ്സാര ഒരു പെണ്ണല്ല.
എടാ നിന്റെ മനസ്സ് പോലെ ആയിരിക്കില്ല അവിടെ മനസ്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ മനസ്സിനെയൊക്കെ നമുക്ക് ഓടിച്ചിട്ട് പിടിച്ച് കെട്ടാൻ സാറേ. അവര് വരുന്നു. സാറ് വിട്ടോ. സാറേ പോ സാറേ, ചെല്ല്. ചേച്ചി ഇങ്ങോട്ടോ. സാഗറെ, ആ പോയവനെ കണ്ടോ? അവനെയാ ഞാനന്ന് തട്ടുകടയിൽ വെച്ച് കണ്ടപ്പോ കാറ് നിർത്താൻ പറഞ്ഞത്. ഓ, അത് ആ പോയവനെയാണോ? അവനെ കണ്ടാൽ അറിയാം അവനൊരു ഫ്രോഡാണെന്ന്. ശരിക്കും ഒരു ഗുണ്ടാ ലുക്കുണ്ട് അവന്. ഗുണ്ടാ ലുക്കെന്നല്ല, അവൻ ഗുണ്ട തന്നെയാ. എന്നുവെച്ച് എനിക്കവനെ പേടിയൊന്നുമില്ല. ചേച്ചിക്ക് ഇത്രയും തൻ്റെ ഇടം ഉണ്ടോ? ഇതുപോലെ പെൺകുട്ടികളുടെ ജീവിതം തകർക്കാൻ നടക്കുന്നവരെ നമ്മൾ എന്തിനാ സാഗർ ഭയപ്പെടുന്നേ? അവനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കായിരുന്നു. ഇത്തരക്കാരുമായിട്ട് കാര്യമായിട്ട് ഇടപഴകാത്തതാ ചേച്ചിക്ക് നല്ലത്. എനിക്കവനൊന്നും പേടിയില്ല. തീയിൽ കുരുത്തവളാ സാഗറെ ഞാൻ. അത്രയ്ക്ക് കഷ്ടപ്പാടിലൂടെ കടന്നു വന്നവളാ. അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നവരെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അവരുടെ മുന്നിൽ മാത്രമേ ഞാൻ തല താഴ്ത്തി നിൽക്കാറുള്ളൂ. ചേച്ചിയുടെ ഈ സംസാരം കേട്ടപ്പോ എനിക്ക് സ്നേഹം മാത്രമല്ല, ഇപ്പൊ ആരാധനയും തോന്നുന്നുണ്ട്. അല്ല, പോയ കാര്യം നടന്നു ചേച്ചി? എല്ലാം മേടിച്ചോ? എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോവാം. പെട്ടെന്ന് ചെന്നിട്ട് വേണം എനിക്ക് ചമ്മന്തിപ്പൊടി അച്ചാറും ഒക്കെ റെഡിയാക്കാൻ. അപ്പോ ആള് വിചാരിച്ചതുപോലെ അല്ല. നേരത്തെ മേഘൻ സാറ് പറഞ്ഞതുപോലെ ഇത്തിരി തൻ്റെ ഇടം കൂടുതലാ. ആ പോയ ആളിന്റെ വീടോ വല്ലതോ ചേച്ചിക്ക് അറിയാവോ? എനിക്കറിയില്ല. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ അവനും അവന്റെ കൂട്ടുകാരും ഒത്ത് വായി നോക്കി നിൽക്കുകയായിരുന്നു. ഒരു ദിവസം അവൻ എന്നോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തപ്പോ ഞാൻ മുന്നും പിന്നും നോക്കാതെ കരണത്തൊന്ന് വെച്ചു കൊടുത്തു. ആദ്യമായിട്ടായിരിക്കും അവനൊരു പെണ്ണിന്റെ തല്ലുകൊള്ളുന്നത്. ഇനി അവൻ ചേച്ചിയെ ശല്യപ്പെടുത്തുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവനെന്നെ ശല്യം ചെയ്യാണെങ്കിൽ അതിന് പരിഹാരം ഞാൻ തന്നെ ചെയ്തോളാം. സാഗർ വണ്ടി എടുക്ക്. ആ ശരി ചേച്ചി. മോളുടെ അച്ഛൻ മോൾക്ക് വാക്ക് തന്നതല്ലേ മോളുടെ സങ്കടം മാറ്റി തരാന്ന്. മോള് കരയുമ്പോ അതിനേക്കാൾ കൂടുതൽ കരയുന്ന കൂട്ടത്തിലാ മോളുടെ അച്ഛൻ. ഇത്രയും കാലത്തിനിടയ്ക്ക് മോളുടെ ഏതെങ്കിലും ആഗ്രഹം അച്ഛൻ സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഒരു വിഷമവും വേണ്ട. എട്ടുകാലികൾ എത്ര മാറാലെ ഉണ്ടാക്കിയാലും അതൊക്കെ മോളുടെ അച്ഛൻ തൂത്തു വൃത്തിയാക്കി തരും. ആ സത്യം, ദേ പറഞ്ഞ് നാവെടുത്തില്ല, അതിനു മുമ്പ് അവനെത്തി.
എന്തൊക്കെ പറഞ്ഞിട്ട് മോളുടെ സങ്കടം മാറുന്നില്ലല്ലോ പ്രതാപ. മോളെ, അച്ഛൻ പലർക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. അച്ഛനത് തെറ്റിച്ചിട്ടുണ്ട്. എന്നാ മോക്ക് ഇതുവരെ തന്നിട്ടുള്ള വാക്ക് അച്ഛന് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. 12ാമത്തെ വയസ്സ് മുതൽ ഒരുത്തന്റെ കാലുകൾ തളർന്നു പോയതാ. അന്ന് മുതൽ പാതി ഉടലുമായിട്ട് ഒരുത്തൻ ജീവിക്കുക. എന്നാൽ അവനെ സ്നേഹിക്കാത്ത രണ്ടാനമ്മയ്ക്ക് ഒരു തെറ്റുപറ്റി. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും പിന്നാലെ അവനെ പറഞ്ഞുവിടാനോ അവനെ തളർത്തി കിടത്താനോ അവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ ശിക്ഷയെ നമ്മളെല്ലാരും ഇപ്പൊ അനുഭവിക്കുന്നേ. ഉണ്ണിയേട്ടന് പോരായ്മയില്ലാത്തതും അയാൾക്ക് പോരായ്മയുള്ളതും ഒരുപോലെയാ. പാതി ഉടലും വെച്ചോണ്ട് അയാളെ കമലേശ്വരൻ തറവാട് നന്നായിട്ട് ഭരിക്കുന്നുണ്ട്. ആ ഭരണമൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തരാം മോളെ. അവന്റെ നാവ് അടപ്പിച്ചു തരാം. മോൾ അച്ഛനെ വിശ്വസിക്കേ. മഹാലക്ഷ്മിയെ ഞാൻ മോളുടെ പാദത്തിൽ കൊണ്ടുതരാം. എടാ പ്രതാപ, ആ കണ്ണൻ അവളെ കല്യാണം കഴിച്ചതുകൊണ്ടേ ഇനിയിപ്പോ കണ്ണൻ എന്തെങ്കിലും സംഭവിച്ച സ്വത്തിന്റെ അവകാശി അവന്റെ ഭാര്യ എന്ന നിലയിൽ മഹാലക്ഷ്മിക്ക് കിട്ടില്ലേടാ. ആ വശം നീ ചിന്തിച്ചില്ലായിരുന്നോടാ? അതൊക്കെ ഞാൻ ചിന്തിച്ചതാമേ. ആദ്യം തല എങ്ങ് വെട്ടിക്കളയാം. പിന്നെ പാല് മുറിക്കാൻ വലിയ പാടൊന്നുമില്ല. മോളെ, ഇനി മോള് കമലേശ്വരൻ തറവാട്ടിലേക്ക് പോകുന്നത് മഹാലക്ഷ്മി മാറത്തടിച്ച് കരയുന്ന കാഴ്ച കണ്ടുണ്ടാവും. പിന്നീട് ഒരിക്കലും അവളുടെ മുഖത്ത് ആ ചിരി ഉണ്ടാവാൻ പാടില്ല. നേരിയ പുഞ്ചിരി പോലും. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. നമ്മളെക്കാളും വലിയ ശത്രുക്കൾ അവക്ക് ആ തറവാട്ടിനകത്ത് തന്നെ ഉണ്ട്. അവരെല്ലാം നമുക്കൊപ്പം തന്നെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ മഹാലക്ഷ്മിയെ കാണാൻ മുറിക്കാത്ത ആള് കയറിയത് കണ്ടിട്ടും അതൊന്നും കണക്കാക്കാതെ വെട്ടിത്തിളങ്ങുന്ന ഒരു ഡയമണ്ട് നെക്ലസ് കൊടുത്തവനെ കാണാൻ. അന്ന് മുതലേ ഞാൻ കുറിച്ചിട്ടാ അവനുള്ള മരുന്ന് ഞാൻ കൊടുക്കുന്നു. സ്വന്തം വൈകല്യം മറയ്ക്കാൻ വേണ്ടി മോളെയും ഉണ്ണിമോനെയും കൊച്ചാക്കുന്ന അവന്റെ വൃത്തികെട്ട സ്വഭാവത്തിനെ അതിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും. അതെന്റെ വാശിയാ മോളെ.